ഹായ് ഓൾ. കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ, റെഡ്മി ബഡ്സ് 5. കുറച്ച് ദിവസമായിട്ടുള്ളൂ റിലീസായിട്ട്. ഫ്ലിപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം അവൈലബിൾ ആണ്. ഓക്കെ, വെയിറ്റ്. റെഡ്മി ബഡ്സ് 5. ഓക്കെ, വളരെ കുറച്ച് 6 റിവ്യൂ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, 3000 ബക്സ്, 3000 രൂപയാണ്. ഓക്കെ, റെഡ്മി ബഡ്സ് 5. ഇപ്പം ഇതിൻ്റെ സ്പെക്സ് അതാണ് നമ്മൾ നോക്കുന്നത്. സ്പെക്സ് നോക്കല, സ്പെക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അതായത് ഒരു ബഡ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഡിസൈനാണ്. ഓക്കെ ഓക്കെ 3 കളർ വേരിയൻ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ദെൻ ഫസ്റ്റ് ഓക്കെ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അത് സംതിങ് ഒരു അമേസിങ് ഫീച്ചറാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ക്രൗഡൊക്കെ ഉള്ള സ്ഥലത്ത്, ഒരുപാട് നോയ്സ് ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് സൗണ്ട് കൂട്ടേണ്ടി വരും. അത് നമ്മുടെ ചെവിക്കും നല്ലതല്ല. അപ്പോൾ പുറമെന്നുള്ള സൗണ്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ അത് സംതിങ് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു വാക്കാണ്. നോയ്സ് ക്യാൻസലേഷൻ നമുക്കറിയാം, പക്ഷേ ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ എന്തായിരിക്കും ഇവർ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുക? ഈ സാധാരണ നോയ്സ് ക്യാൻസലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്സ് ആണ്. ഒന്ന്, പുറമേന്ന് വരുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ട്, ബ്ലോക്ക് അല്ല, അതിന് മാച്ച് ആയിട്ടുള്ള സൗണ്ട് കൊടുത്തിട്ട് അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടി. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേണലി വരുന്ന സൗണ്ട്, അതായത് നമ്മുടെ ഇയർഫോണിന്റെ ഉള്ളിൽ വരുന്ന സൗണ്ടിനെ മാച്ച് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി. അങ്ങനെ 2 മെത്തേഡാണ്. പുറമത്തെ സൗണ്ട് ചെയ്തിട്ടും ഉള്ളിലത്തെ സൗണ്ടും വരുന്ന സൗണ്ടിനെ അങ്ങനെ മാച്ച് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുന്ന രീതിയാണ് യൂഷ്വലി ഉണ്ടാവാറ്. ഏതെങ്കിലും ഒരു മെത്തേഡാണ് യൂഷ്വലി കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുക. ഹൈബ്രിഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അതായത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു രീതിയാണ് ഈ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. 46 dB. ഇവർ പറയുന്നത്, താഴെ പറയുന്നുണ്ട്, ഏകദേശം 99.5% നോയ്സും ക്യാൻസൽ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 100% ഒന്നും കേൾക്കില്ല പുറമത്തെ സൗണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഫീച്ചറാണ് ഇത് സംതിങ് നല്ലൊരു ഫീച്ചറാണ്. ദെൻ AI വോയിസ് എൻഹാൻസ്മെൻറ്റ് ഫോർ കോൾസ്. ഓക്കെ, AI വോയിസ് എൻഹാൻസ്മെൻറ്റ്. വോയിസ് നമ്മുടെ ആവുമെന്ന് വിചാരിക്കാം. നമ്മുടെ വോയിസ് ആരുടെയാണെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് വരുന്ന സൗണ്ട് ഓക്കെ നോർമൽ സൗണ്ട് ആയിരിക്കും, നമ്മുടെ തന്നെ ആയിരിക്കും. AI വോയിസ് എൻഹാൻസ്മെൻറ്റ് ഫോർ കോൾസിൽ നമ്മുടെ വോയിസ് മനസ്സിലാക്കി. നോർമലി മൈക്ക് വളരെ ബാഡായിരിക്കും. അതാണ് TWS ഉപയോഗിക്കുന്ന പലർക്കും പ്രശ്നം. നമ്മൾ സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് ആൾക്ക് പ്രോപ്പറായിട്ട് കേൾക്കില്ല. അപ്പോൾ അത് AI യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്, അതായത് ആ പേഴ്സൺ ആരാണ് യൂസ് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് കുറച്ചും കൂടി ആ വോയിസ് എൻഹാൻസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടി. ഓക്കെ, ദെൻ 38 hour പ്ലേബാക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്. 48 മണിക്കൂർ. ഇത് ബഡ്സിനുള്ള കേസിനാണ് യൂഷ്വലി അങ്ങനെ തന്നെയാണ് പറയാറ്. ടച്ച് കൺട്രോൾസ് നമുക്കറിയുന്നതാണ്, ടാപ്പ് ചെയ്ത് പോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ലൈറ്റ് വെയ്റ്റ് നമുക്കറിയാവുന്നതാണ്, അതിൻ്റെ കോമ്പാക്റ്റ് നമുക്കറിയാനാണ്, കൊണ്ടെടുക്കാൻ എളുപ്പമാണ് കാര്യങ്ങൾ. ദെൻ കസ്റ്റമൈസേഷൻ വിത്ത് ഷോമി ഇയർബഡ്സ് ആപ്പ്. ഓക്കെ, അവരുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഡ്യുവൽ ഡിവൈസ് പറയും. ഇത് ഈ റേഞ്ചിൽ വരുന്ന ഇയർഫോൺസിൽ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. TWS മറ്റേ നെക്ക് ബാൻഡ്സിലൊക്കെ കാണാറുണ്ട്. ഡ്യുവൽ ഡിവൈസ് പെയറിങ്, 2 ഡിവൈസ് അറ്റ് എ ടൈം. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, നമുക്ക് ഫോണിലൊരു കോൾ വരുമ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് പെയർ ചെയ്യാതെ തന്നെ ചെയ്യാവുന്ന പറ്റുന്നതാണ്. അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ 12.4 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ്. സോ ഈ 12.4 mm ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ ഉണ്ടല്ലോ, അത് വലുതാകുമ്പോൾ കൂടുതൽ എയറിനെ
നമുക്കതിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്നതുകൊണ്ട് കൂടുതൽ എയറിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഒരു ബേസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഒരുപാട് വലുതാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാവുന്നതാണ് ബെറ്റർ. പക്ഷെ നമുക്കൊരു കംഫർട്ടും വേറെ ചെയ്യുന്ന കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി നോക്കണം. പ്രത്യേകിച്ച് ഇതിവിടെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ ഫൈൻ, നോർമൽ യൂസേഴ്സിന് ഒന്നും ഇതാവാത്ത കാര്യമാണ്. അതായത് ഇതിൻ്റെ ഇത് കുറേ കൂടുതലായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ടൈറ്റാനിയം ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇപ്പോൾ പുതിയ ഐഫോണിലായാലും സാംസങ് S24 സീരീസിലായാലും ടൈറ്റാനിയം യൂസ് ചെയ്യുന്നതിൻ്റെ ഒന്ന് ആ മെറ്റീരിയൽ അത്രയും ലൈറ്റാണ്. അതായത് നമുക്കിത് ഒരുപാട് സമയം ചുവട്ടിൽ വെച്ച് നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഒരുപാട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ടൈറ്റാനിയാണ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. അത് ഓക്കെ, ടൈറ്റാനിയം ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ. ഈ 12.4 എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈഡാണ്, അത് കൂടുന്നത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, കൂടുമ്പോൾ അതിൻ്റേതായ അടുത്ത പ്രശ്നങ്ങളുണ്ട്. ഇത് അവരുടെ ജസ്റ്റ് ആഡാണ്. ദെൻ സൈലൻസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ പറഞ്ഞാണ് 99.5% ബാക്ക്ഗ്രൗണ്ട് നോയ്സും അവർ ക്യാൻസൽ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് 3 മോഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലൈറ്റ് മോഡ്, സാധാരണ യൂഷ്വൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത്യാവശ്യം നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ബാലൻസ്ഡ്, കുറച്ച് ക്രൗഡ് കൂടുതലുള്ളത്, കുറച്ച് ആൾക്കാർ കൂടുതലുള്ള ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഡീപ്പ്, ഭയങ്കര ക്രൗഡായിട്ടുള്ള ഏരിയ, ഒരുപാട് ആൾക്കാർ ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 3 ലെവൽസിലാണ് ഇവർ ഈ നോയ്സ് ക്യാൻസലേഷൻ 3 എൻവയൺമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ട്രാൻസ്പാരൻസി മൂഡ്. ഓക്കെ, ഈ ബഡ്സിൽ 3 ട്രാൻസ്പാരൻസി മൂഡ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് റെഗുലർ മോഡ്, അതായത് നോർമൽ തന്നെ. പിന്നെ രണ്ടാമത്തത് എൻഹാൻസ് വോയിസ്, അതായത് പുറമെ നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ പുറമത്തെ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, മറ്റുള്ള സൗണ്ടൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എൻഹാൻസ് വോയിസ് മോഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വോയിസ് ആണ് അവിടെ എൻഹാൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഹാൻസ് ആംബിയൻ സൗണ്ട്. ആംബിയൻ സൗണ്ട്സ്, അതായത് ആൾക്കാരുടെ സൗണ്ട്, ഒരുപാട് ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മറ്റുള്ള സൗണ്ടുകൾ കാര്യങ്ങൾ കേൾക്കേണ്ടത് വെച്ചെങ്കിൽ ആൾക്കാരുടെ സൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ പുറമെയുള്ള മറ്റുള്ള സൗണ്ടും കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ റെഗുലർ മോഡ്, നോർമലി 2 സൗണ്ടും ഒരേ ലെവലിൽ കേൾക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് 3 ട്രാൻസ്പാരൻസി മോഡ്സ് ഈ പർട്ടിക്കുലർ TWSലുള്ളത്. ദെൻ ഡ്യുവൽ മൈക്ക് AI വോയിസ് എൻഹാൻസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. 2 മൈക്ക് വെച്ചിട്ട് അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി യൂസ് ചെയ്തിട്ട് വോയിസ് എൻഹാൻസ് ചെയ്യുന്നത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ വിൻഡ് നോയ്സ് 6 മീറ്റർ/സെക്കൻഡ് എന്ന് വെച്ചാൽ അത്ര വലിയ കാറ്റൊന്നുമല്ല, എന്നാലും വിൻഡ് നോയ്സ് കുറയ്ക്കുന്നു അവർ. AI അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ഓക്കെ വിൻഡിൻ്റെ വേവ്സ് ഇങ്ങനെയാണ് വരിക, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. പക്ഷേ കാറ്റെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ 6 മീറ്റർ/സെക്കൻഡ് ഒന്നും ഒരു കാര്യം അത്ര നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരില്ല. ബൈക്കിലോ അല്ലെങ്കിൽ മറ്റേ വണ്ടിയിലൊക്കെ പോകുമ്പോഴൊന്നും ഒരുപാട് സ്പീഡിലാണ് കാറ്റടിക്കുക ഇതിനേക്കാളൊക്കെ. ദെൻ ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സൗണ്ട് ചാമ്പർ N52 സ്ട്രോങ്. ഇതൊക്കെ ഇവരിങ്ങനെ ഈ കൊടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്തിനാണെന്ന് കൂടി എഴുതണം. ഇപ്പോൾ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ. കോയിൽ വിത്ത് ഫൈൻ വൈൻഡിങ് ഉള്ള കോയിലുണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് എന്തിന്? ഇപ്പം ഇവിടെ ഇവർ ഡ്യുവൽ മൈക്ക് AI വോയിസ് എൻഹാൻസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ യൂസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ ലൈക്ക് സംതിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്നും കൂടി എഴുതിയാലാണ് നമുക്കത് എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഓക്കെ ഇവിടെ ഇതുണ്ട് അതുണ്ട് ഇൻഡിപെൻഡൻറ്റ് സൗണ്ട് ചാമ്പർ ഉണ്ട്, ഓക്കെ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്, നമുക്ക് എന്താ ബെനിഫിറ്റ്? നോർമൽ യൂസറിനെ അത് ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻ്റ് ആണിത്. 12.4 mm ഡൈനാമിക് ഡ്രൈവർ, ടൈറ്റാനിയം പ്ലേറ്റഡ്. ഓക്കെ, നമുക്ക് കുറച്ച് അതിനെപ്പറ്റി അറിയുന്നുണ്ട്. ഓക്കെ, ടൈറ്റാനിയം ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഓക്കെ നമുക്കിത് മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ യൂസ് എന്താണ്, ആക്ച്വൽ യൂസ്, അത് എന്ത് റോളാണ് ഇവിടെ വഹിക്കുന്നത് നമുക്കറിയണ്ടേ. അതും കൂടി ഇവിടെ എഴുതണമായിരുന്നു. ഇത് ജസ്റ്റ് അതിന് ഭയങ്കര ഇതിൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ഡെപ്ത് കൂട്ടുന്നുണ്ട്. അല്ലാതെ ഇന്റേണലി ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ആക്ച്വൽ കാര്യങ്ങളല്ല, ജസ്റ്റ് ഇങ്ങനെ
ഒരു വേഗമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ലിസൺ ടു യുവർ മ്യൂസിക് ആസ് യു വാണ്ട് ദം വിത്ത് 4 ഡിഫറെൻറ്റ് മൂഡ്സ്. 4 ഡിഫറെൻറ്റ് മ്യൂസിക് മൂഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, എൻഹാൻസ്ഡ് ട്രബിൾ, എൻഹാൻസ്ഡ് ബേസ് ആൻഡ് എൻഹാൻസ്ഡ് വോക്കൽസ്. സ്റ്റാൻഡേർഡ് മോഡുണ്ട്, ട്രബിൾ എൻഹാൻസ് ചെയ്യുന്നത്, ബേസ് എൻഹാൻസ് ചെയ്യുന്നത്, വോക്കൽസ് എൻഹാൻസ് ചെയ്യുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 4 ഡിഫറെൻറ്റ് മൂഡ്സ്, അത് ഒരു ഫീച്ചർ. ഓക്കെ, ഫൈൻ. അവർക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്യണമല്ലോ, അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് വേണമല്ലോ. ദെൻ ടോഗിൾ എഫേർട്ട്ലെസ്ലി അക്രോസ് യുവർ പെയർഡേഴ്സ്. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ നമ്മൾ പെയർ ചെയ്തിട്ടുള്ള ഡിവൈസസ് ഇപ്പോൾ ഒരുപാട് ഡിവൈസ് ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണ്, നമ്മുടെ ടാബ്, നമ്മുടെ ലൈക്ക് ലാപ്ടോപ്പ്, അങ്ങനെ ഒരുപാട് ഡിവൈസ് ആയിട്ട് നമ്മൾ ഓൾറെഡി പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല, പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ദെൻ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഡ്യുവൽ ഡിവൈസ് പെയറിങ്, 2 ഡിവൈസ് അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ ബാറ്ററി ബാക്കപ്പ് 10 മണിക്കൂറാണ് ആ ബഡ്സിനെ പറയുന്നത്. അപ്പോൾ 10 മണിക്കൂർ ബഡ്സിന് പറയുമ്പോൾ 38 മണിക്കൂറാണ് കേസിനുള്ളത്. ഏകദേശം ഒരു 4 ചാർജ് ഉണ്ടാവില്ല, കാരണം 10 മണിക്കൂർ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 മണിക്കൂർ കിട്ടണം. ഒരു 38, ഓൾമോസ്റ്റ് ഒരു 4 ടൈംസ് ആണ് നമുക്ക് ആ ബഡ്സ് ഒറ്റ പ്രാവശ്യം കേസ് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ് ക്വിക്ക് ചാർജ് ഗീവ്സ് യു 2 hours. ഓക്കെ, 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ എന്ന് പറയുന്നത്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂർ. പക്ഷേ 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ കിട്ടില്ല, കാരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ലോയിലാവും ചാർജ് കയറുക. ഫൈൻ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഓക്കെ, 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേസിൽ ഹോൾഡ് ചെയ്യുന്ന ചാർജാണ് കേട്ടോ, മറ്റേ ഇതിലല്ല, നമ്മുടെ ബഡ്സിലല്ല, അതിൻ്റെ കേസിൽ. ദെൻ നമുക്ക് അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഷവോമി ഇയർബഡ്സ് ആപ്പ്. ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഗെസ്റ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ടാപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതൊക്കെ നമുക്ക് എന്തിനു വേണം, വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ പോസ് ചെയ്യാനോ അതൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ്. ഈ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരത് മോസ്റ്റ് പ്രോബബ്ലി ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ സെൻസർ കറക്റ്റായിട്ടാണോ, കറക്റ്റ് ഫിറ്റൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിരിക്കും. അല്ലാതെ ഇത് ഭയങ്കര സംഭവം ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഇതൊക്കെ ഒരു ഗിമിക്കായിരിക്കും, അല്ല പ്രോപ്പർ ഫിറ്റ് ആണെന്നൊന്നും നോക്കണ്ട. അത് നമുക്കറിയാലോ, ഒരുവിധം എല്ലാവരും അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടാവും വെക്കുക. അതിൽ ഗുഡ് ഫിറ്റ്, ബാഡ് ഫിറ്റ്, എനിക്ക് തോന്നുന്നില്ല പ്രോപ്പറായിട്ടാണ് അത് വർക്കാവുന്നത്. ദെൻ ഇയർ ഡിറ്റക്ഷൻ നോർമലി നമുക്കത് ഇതിൽ വെച്ചാലും എടുത്താലും ഒക്കെ അറിയാനുള്ള ഇത്. ദെൻ ഫൈൻഡ് യുവർ ഫോൺ. ഓക്കെ, ദിസ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. അതായത് ഫൈൻഡ് യുവർ ഇയർഫോൺസ്, നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇതിലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് എൻഹാൻസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെറിയ 2 സംഭവമില്ലേ നമ്മൾ വെക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് അലാം വരും. ഈ അലാം കേട്ടിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ചെവിട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മൾ തപ്പുന്ന സമയത്ത്, അപ്പം നമുക്ക് പലപ്പോഴും ഉണ്ടാവുമല്ലോ, ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ചെവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഇതിൽ വെച്ച് റിങ് ചെയ്ത് കഴിഞ്ഞാൽ ചെവി അടിച്ചു പോകും, ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു യൂസ്ഫുൾ ഫീച്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് അത് ഉപയോഗിക്കുമെന്ന് അറിയില്ല. ഉപയോഗിക്കുമ്പോൾ ചെവിട്ടിൽ സാധനം ഉണ്ടോ നോക്കുക, ചെവിട്ടിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പക്ഷെ അത്രയും സൗണ്ടിലായിരിക്കും വരിക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും സൗണ്ട് പുറത്ത് വരണ്ടേ, ആൾക്കാർക്ക് കേൾക്കണ്ടേ. എന്തിനാണ് ഇവർ ഇങ്ങനൊരു ഫീച്ചർ? ഓക്കെ, ഫൈൻ, യൂസേഴ്സ് ഉണ്ടാവും എല്ലാത്തിനും. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് ആൻഡ് വാട്ടർ സ്പ്ലാഷ്. ഓക്കെ, നമുക്ക് വാട്ടർ സ്പ്ലാഷ് എന്ന് പറഞ്ഞാലും സ്വെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോഴും അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ പുറത്ത് നമ്മൾ ജോഗ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഓക്കെ, കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ മണ്ണിൽ കൊണ്ടുപോയി കുടഞ്ഞെടുക്കരുത്. ദെൻ 5.3 വെർഷൻ, ബ്ലൂടൂത്ത് വെർഷൻ സപ്പോർട്ട് ചെയ്യും. എത്രത്തോളം പുതിയ വെർഷൻ സപ്പോർട്ട് ആവും, നോർമലി 5.3 സപ്പോർട്ട് ചെയ്യും ഒരുവിധമെല്ലാം. ഫൈൻ, അത്ര വലിയ ഫീച്ചറായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മാത്രം. ഗൂഗിൾ ഫാസ്റ്റ് പെയർ വർക്കാവും. ദെൻ ലൈറ്റ് വെയ്റ്റ് ആൻഡ് കോമ്പാക്റ്റ്. ഇത് വെച്ചേക്കണമെന്ന് നോക്കി ആരെങ്കിലും ഇങ്ങനെ വെക്കുമോ, താഴെ പോവില്ലേ.
ലൈറ്റ് വെയിറ്റ് ആൻഡ് കോമ്പാക്ട്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ നല്ല കൊണ്ടു നടക്കാൻ കുറച്ചും കൂടി ഉണ്ടാവും. എനിക്കൊരു പ്ലാസ്റ്റിക് ഫീലാണ് ഇത് കംപ്ലീറ്റ് തരുന്നത്. ഒരു ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, ഇതിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് ഒരു ഭയങ്കര പ്ലാസ്റ്റിക് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇനി കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഷൈനി ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സ്റ്റിൽ ഇറ്റ് അതൊരു പ്ലാസ്റ്റിക് ഫീലാണ് എനിക്ക് തരുന്നത്. ദെൻ കളേഴ്സ്, ഫ്യൂഷൻ വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് ആണ്. ഈ ഫ്യൂഷൻ പർപ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ പച്ച കൂടി ഉണ്ട് കേട്ടോ. പർപ്പിൾ എന്ന് അവർ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പച്ചയും കൂടി വന്നാലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പോൾ ഫ്യൂഷൻ പർപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പിൾ മാത്രമല്ല, ബ്ലാക്കും വൈറ്റും സെയിം, ബ്ലാക്കും വൈറ്റും തന്നെയാണ്. അങ്ങനെയാണ് മേജർ സ്പെക്സ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സ്പെക്സ് കംപ്ലീറ്റ് അവർ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് നെയിം, മോഡല്, ഡയമെൻഷൻ 6150, ഒരു 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഒക്കെയാണ് അതിൻ്റെ വിഡ്ത്ത്. ഒരു 2.5 സെൻറ്റിമീറ്റർ ഉണ്ടോ ഹൈറ്റ്? ഓ, അത് ഇത്തിരി കൂടുതൽ 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ ഫൈൻ. അങ്ങനെയാണ്. പിന്നെ ബഡ്സിൻ്റെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്, ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. 10 ഗ്രാം വെയിറ്റ് ഉണ്ടോ? 10 ഗ്രാം വെയിറ്റ് കൂടുതലാണ് ആക്ച്വലി. നമുക്കിത് ചുവട്ടിൽ വയ്ക്കുമ്പോൾ പെയറാണ് രണ്ടും കൂടി, അപ്പോൾ ഒരു 5 ഗ്രാം കൂടുതലാണ് ആക്ച്വലി. ഓക്കെ, അത് ഇത്തിരി വെയിറ്റ് ഫൈൻ, എന്നാലും അവർ 10 ഗ്രാമിൽ എത്തിച്ചില്ലേ. ദെൻ ചാർജിങ് കേസ് വെയിറ്റ് വിത്ത് ഇയർബഡ്സ് രണ്ട് കൂടിയിട്ട് 42 ഗ്രാമാണുള്ളത് ടോട്ടൽ വെയിറ്റ്. അത് ഫൈൻ, നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുവരും. ഇത് മറ്റേ ചെവിട്ടിൽ വെക്കുന്നത് കൊണ്ട് ബഡ്സിന് അധികം വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല. മാക്സിമം ഒരു 4 ഗ്രാം ഒക്കെ എത്തിക്കുക നോക്കാം. ഓക്കെ ഫൈൻ. ദെൻ ഇത് നമ്മൾ സംസാരിച്ചാണ് ഓഡിയോ ഡ്രൈവർ എങ്ങനെയാണ്. ദെൻ ഈ 20 to 20 kHz എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റാൻഡേർഡാണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന എല്ലാ സൗണ്ടും അതിൽ കേൾക്കും. 20 ഹെഡ്സിനോട് അടുക്കും തോറും ലൈക്ക് ബേസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. മറ്റേ 20 kHz എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടിയ സൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ മൈക്രോഫോൺസ് 2 മൈക്രോഹെഡ്സ്, 2 മൈക്രോഫോൺസ്, ഓരോ ഇയർഫോണിൽ 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 4 ഉണ്ട്. ദെൻ കോഡെക്സ്, അത് ഓഡിയോ ഫോർമാറ്റ്സും കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നോയ്സ് ക്യാൻസലേഷൻ മോഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. എൻവയൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ കോൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. ദെൻ കണക്ടിവിറ്റി, ബ്ലൂടൂത്തിൻ്റെ വെർഷൻസ്, ബ്ലൂടൂത്തിൻ്റെ ഡിസ്റ്റൻസ് 10 മീറ്റർ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ അവൈലബിൾ ആണ്, ഗൂഗിൾ ഫാസ്റ്റ് പെയർ അവൈലബിൾ ആണ്. ചാർജിങ് വോൾട്ടേജ് ആണത്. സോ കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് 500 mAഹും, ഇയർബഡ് ആ കേസിൽ നിന്ന് ചാർജ് കിട്ടുന്നത് 5 വോൾട്ട് 150 mAh. അപ്പോൾ എൻ്റെ ചാർജർ എന്നൊക്കെ പറയുന്നത് ബേസ് സപ്പോർട്ട് ഇപ്പോൾ 3 വേരിയൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വോൾട്ട് 2 ആംപിയർ, 9 വോൾട്ട് 2 ആംപിയർ, 10 വോൾട്ട് 2 ആംപിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ 5 വോൾട്ട് 2 ആംപിയർ സപ്പോർട്ട് ആകും. 5 വോൾട്ട് ഓഫ് കോഴ്സ് ഓക്കെയാണ്. കറണ്ട് 2 ആംപിയർ എന്ന് പറയുമ്പോൾ ഇത് 150 mAh ഉള്ളൂ. പക്ഷെ അതിനാവശ്യമുള്ള ആ ഡിവൈസിന് ആവശ്യമുള്ളത് മാത്രമേ, ഇപ്പോൾ ഇത് കേസ് മാത്രമേ ബ്രിക്ക് വെച്ച് ചെയ്യേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഒരു 500 mAh എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ആവശ്യമുള്ളത് കൂടുതലുണ്ട്, പക്ഷേ ആ ഡിവൈസ് അതിനാവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, 5 വാൾട്ട് മാച്ചിങ് ആണ്. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ളത് തന്നെ എടുത്ത് ചാർജ് ചെയ്യുക, അതാണ് ഡിവൈസിന് നല്ലത് എപ്പോഴും. ദെൻ ബാറ്ററി നമുക്കറിയാം 480 mAh കണക്കൊക്കെ നമുക്ക് ഒരുപാട് പരിചയമുള്ളതാണ്. ദെൻ ഒരു ബഡ്സിൽ 54 mAh ആണ് ചാർജ് ആവശ്യമുള്ളത്, ഐ മീൻ അതിൻ്റെ കപ്പാസിറ്റി. ദെൻ ചാർജിങ് പോർട്ട് C ടൈപ്പ് ആണ്. എത്ര സമയം ചാർജ് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ, 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂർ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടോട്ടൽ പറയുന്നത് 1 hour 45 minutes ആണ് ഫുൾ ചാർജിന്. അപ്പോൾ നമുക്ക് 38 മണിക്കൂർ കിട്ടുള്ളൂ. അപ്പോൾ ആ കണക്ക് എവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ലോ ആയി വരുന്നുണ്ട്. അങ്ങനെ വരും, അതങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ബാറ്ററി ഗുദാഹുവ. ദെൻ ഫാസ്റ്റ് ചാർജ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 10 മിനിറ്റിൽ 4 hours കിട്ടും. ദെൻ പാക്കേജിൽ എന്തൊക്കെ ഉണ്ട്? ഇയർഫോൺ ഉണ്ട്, ഇയർ ടിപ്സ് ഉണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ചെവിയുടെ സൈസിനനുസരിച്ച് മാറ്റിയിട്ടുള്ളത്, യൂസർ മാനുവൽ ഉണ്ട്, ചാർജിങ് കേസ് ഉണ്ട്, പ്ലേ ബാക്ക് ടൈം. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവേ കിട്ടുള്ളൂ, പക്ഷേ ഓഫ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും, 2 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. അതായത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 50% ഇവരുടെ ലാബിൽ ചെക്ക് ചെയ്യുന്ന ഒരു ടൈമാണത്. 8 hours കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും.
ഇതിന് വേണ്ടിയിട്ട്. ദെൻ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% വോളിയത്തിലാണ് കേട്ടോ പറയണത്. ഒരു ബഡ്സ് 22 hours 2 മണിക്കൂറിൻ്റെ കുറവ് വരും. മറ്റേ ഐ മീൻ കേസ് 1 മണിക്കൂറിൻ്റെ കുറവ് വരും. ബഡ്സ് 1 hourൻ്റെ കുറവ് വരുള്ളൂ. അതായത് 7 hours 6 hours. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ കുറവ് കിട്ടുള്ളൂ, കാരണം അതിനും കൂടി വേണ്ടിയുള്ള ചാർജ് ഇതിൽ നിന്ന് പോകല്ലേ. ദെൻ ഷവോമിയുടെ അപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ്, സ്പ്ലാഷ് പ്രൂഫ് ആണെന്നുള്ളത്. പിന്നെ ടച്ച് കൺട്രോൾസ് ഉണ്ട് എന്നുള്ളത്. ദെൻ വോയിസ് അസിസ്റ്റൻറ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ അതാണ് നമ്മുടെ ഒരു ഇപ്പോൾ ജസ്റ്റ് റിലീസ്ഡ് റെഡ്മി ബഡ്സ് 5 പ്രോൻ്റെ കംപ്ലീറ്റ് സ്പെക്സ്. ദെൻ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നല്ല ഡിവൈസ് ആണെന്ന് തോന്നുന്നു. അധികം ആൾക്കാരൊന്നും റിവ്യൂ വന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് വൈസ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുമ്പോൾ റിയൽമിയുടെ ഒരു ബഡ്സ് ഉണ്ട്. റിയൽമി ബഡ്സ് 5 തന്നെയാണ് തോന്നുന്നുണ്ട്. റിയൽമി ബഡ്സ് എയർ 5. യെസ്, ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ. ആക്ച്വലി ഒരുവിധം ഓക്കെ, ഇത് നമ്മൾ 46 dB കണ്ടില്ലേ അവിടെ ഒരു നോയ്സ് ക്യാൻസലേഷൻ. ഇതൊരു 50 dB സെയിം 12mm ടൈറ്റാനൈസിങ് ഡ്രൈവർ, ടൈറ്റാനിയം തന്നെ സെയിം ഡ്രൈവറൊക്കെ ആയിട്ട് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. 6 മൈക്ക് കോൾ ക്യാൻസലേഷൻ, അതായത് നമ്മൾ 2 to 4 ആണ് അതിൻ്റെ പറഞ്ഞത്. ഇത് 3.3 ആയിരിക്കും. ദെൻ ഇതാണ് ഇതിൻ്റെ ഒരു സെയിം ഇത് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്. ഇവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ നല്ലതാണ്. പെയർ ചെയ്യുന്ന ഇവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഷവോമിനെക്കാട്ടും. ദെൻ ഓക്കെ, ഇതാണ് ഇവർ മാച്ച് ചെയ്യിക്കുന്ന ഒരു ഇവരുടെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ ഫീച്ചേഴ്സൊക്കെ കട്ടയ്ക്കായിരിക്കും. PX വാട്ടർ റെസിസ്റ്റൻറ്റ്. ദെൻ ഓക്കെ, ഇവരുടെ മറ്റേ ഹൈബ്രിഡ് അല്ല കേട്ടോ നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി. ഇവരുടെ പുറമെന്ന് സൗണ്ട് എടുത്തിട്ട് കളയുന്ന ടെക്നോളജിയാന്ന് തോന്നുന്നുണ്ട്, ഹൈബ്രിഡ് അല്ല. അങ്ങനെ ഇതിലൊരു സംഭവം മിസ്സിംഗ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം മിസ്സിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡ്യുവൽ ഡിവൈസ് സപ്പോർട്ട് ആവില്ല. അതാണ് ഇതിലെ ഒരു പ്രധാന പ്രശ്നം. ബാക്കിയെല്ലാം കൊണ്ടും ഇത് നല്ലതാണ്. പൈസയും കൂടുതലാണ് ഇതിൽ. 2 കാര്യം: ഒന്ന് ഡ്യുവൽ ഡിവൈസ് സപ്പോർട്ട് ആവില്ല, 2 പൈസയും കൂടുതലാണ്. ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളിയാണ്, സോഫ്റ്റ്വെയർ അടിപൊളിയാണ്, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ മറ്റേത് ഇപ്പോൾ ഇത് 500 രൂപയുടെ ഡിഫറൻസ്, 500-400 രൂപയുടെ ഡിഫറൻസ് രണ്ടും തമ്മിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇനി ഏതെങ്കിലും ഡിവൈസിൻ്റെ ഇതുപോലെ സ്പെക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.